അത് മനസ്സുകൊണ്ട് ചെയ്യുക. ആദ്യം മനസ്സിലേക്ക് സ്നേഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ സഹാബത്തിനോടൊപ്പം ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന യത്ലു അലൈക്കുമുല്ലാന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന സ്വർഗ്ഗാവകാശിയായ ഒരു മനുഷ്യനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമെന്ന് പറയുമ്പോ സഹാബികളൊന്ന് കാണാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുകയാ. ആരാണ് സ്വർഗ്ഗത്തിൽ കടന്നു പോകുന്നത്? ആരാ സ്വർഗ്ഗത്തിൽ കടന്നു പോകുന്നത്? പ്രിയപ്പെട്ട സഹാബികൾ കാത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനരാ കടന്നു വരുന്നു. അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരികയാ. ഉളുവെടുത്ത വെള്ളമാ പ്രിയപ്പെട്ട സഹോദരന്റെ താടി രൂപത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാ. ഇടത്തെ കയ്യിൽ ഉളുവെടുത്ത ഇടത്തെ കയ്യിൽ ഉളുവെടുന്നിട്ട് ചെരുപ്പൂരി കയ്യിൽ പിടിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കണ്ടോ ആ നടന്നു പോകുന്ന ഉളുവിന്റെ വെള്ളം മുഖത്ത് വരണ്ടു നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ സ്വർഗത്തിന്റെ ആളാണ്. സഹാബികൾക്ക് അത്ഭുതം തോന്നിപ്പോലെ ഒരു പ്രത്യേകതകളുമില്ല, ഒരു പ്രത്യേകതകളുമില്ല. സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് മുത്ത് റസൂൽ പറയാ മാത്രം ഭാഗത്തിലുള്ള ഒരു പ്രത്യേകമായ അടയാളങ്ങളുമില്ല. ഫലമാ കാണലുതു, രണ്ടാമത്തെ ദിവസമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ കടന്നു വരുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തീരുമ്പോ രണ്ടാമത്തെ ദിവസവും ആദ്യം വന്ന മനുഷ്യൻ തന്നെ വരികയാ. മൂന്നാമത്തെ ദിവസവും ആദ്യം തന്നെ മനുഷ്യൻ തന്നെ വരികയാ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്തേ ഈ മനുഷ്യൻ ഇന്നലെ സ്വർഗ്ഗം അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്ത്? ഒന്ന് പഠിക്കണമല്ലോ. എന്തേ കാരണമെന്നൊന്ന് പഠിക്കണമല്ലോ. ആ സഹോദരൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈ പ്രിയപ്പെട്ട സ്വഹാബിയുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. 3 ദിവസം വരെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, അങ്ങയോടൊപ്പം ഇരുന്നു കൊണ്ട് എനിക്ക് താമസിക്കാൻ സൗകര്യം തരണമെന്ന് പറയുമോ. 3 ദിവസം ഈ പ്രിയപ്പെട്ട സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. 3 ദിവസം അവിടെ താമസിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് മുത്ത് റസൂൽ പറഞ്ഞ മനുഷ്യനോട് പറയുകയാണ്, ഞാനിവിടെ താമസിച്ചിരുന്നത് വെറുതെയല്ല, 3 ദിവസം ഞാൻ താമസിച്ചിരുന്നത് വെറുതെയല്ല. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗ്ഗമെന്ന് പറഞ്ഞപ്പോ പാതിരാ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിന്റെ കണക്ക് നോക്കാൻ കടന്നു വന്നതാ. പാതിരാ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന നമസ്കാരത്തിന്റെ കണക്ക് നോക്കാൻ കടന്നു വന്നതാ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങളൊക്കെ ചെയ്യുന്ന അമലുകൾ മാത്രമേ ഇരിക്കുമുള്ളൂ. ഫലം യറഹു യഖൂമു മിനൽ ലൈലി ശൈആ, രാത്രി ഞാൻ ഒരുപാട് നമസ്കരിക്കുന്നത് കണ്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാനങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അമലുകൾ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് അല്ലാഹു ഒരു മനസ്സ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അല്ലാഹു ഒരു മനസ്സ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പടച്ചതമ്പുരാൻ ഒരു മനസ്സ് തന്നിട്ടുണ്ട്. ലോകത്തൊരാളോടും എനിക്ക് അസൂയയില്ല, ലോകത്തൊരാളോടും എനിക്ക് വെറുപ്പില്ല, ലോകത്തൊരാളോട് പേരിലും എനിക്ക് അഹങ്കാരമില്ല, ആരോടും എനിക്ക് മുഷിപ്പില്ല, ആരോടും എനിക്ക് വെറുപ്പില്ല. എല്ലാവരോടും എനിക്ക് വല്ലാത്ത സ്നേഹമാണ്, എല്ലാവരോടും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ കുടുംബക്കാർക്ക് ഞാൻ ദുആ ചെയ്യലുണ്ട്, എന്റെ അയൽവാസികൾക്ക് ഞാൻ ദുആ ചെയ്യലുണ്ട്, എന്റെ നാട്ടുകാർക്ക് ഞാൻ ദുആ ചെയ്യലുണ്ട്, എന്റെ കുടുംബക്കാർക്ക് ഞാൻ കൂട്ടുകാർക്ക് ഞാൻ ദുആ ചെയ്യലുണ്ട്. ആ ഒരു മനസ്സിന് അല്ലാഹു തന്നതുകൊണ്ടാകാം അല്ലാഹുവിന്റെ റസൂൽ ഞാൻ സ്വർഗ്ഗത്തിലെന്ന് പറഞ്ഞത്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഹിയല്ലദീ ലാ നുതീഖ്, അതാണല്ലോ മനുഷ്യരെ കൊണ്ട് കഴിയാത്തതാണല്ലോ, മനുഷ്യരെ കൊണ്ട് കഴിയാത്തത് അതാണല്ലോ. എന്റെ കാസർഗോഡ് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫുട്ബോൾ പോലും മറന്ന്
ബ്രസീലിന്റെയും അർജന്റീനയുടെ തലയ്ക്ക് പിടിച്ച ഭ്രാന്ത് പോലും മറന്നിട്ട് അള്ളാന്റെ പള്ളിക്കകത്ത് തറാവീഹിന്റെ സുജൂദിൽ കിടന്ന് പൊട്ടിക്കിടന്ന എന്റെ ചെറുപ്പക്കാരാ, അത് സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാ. പണം മുടക്കിയിട്ട് മക്കത്ത് പോവുക എന്നത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാ. നൂറുകണക്കാറ് യതീമക്കളെ കാസർഗോഡ് ജില്ലയിൽ അൽഹംദുലില്ലാഹ് എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വിടുകയാണ്. അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു വളർത്തട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പക്ഷെ അതൊക്കെ എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാ. പള്ളി വെച്ച് കൊടുക്കുക, യതീംഖാനകൾക്ക് ക്യാൻറ്റീൻ കെട്ടി കൊടുക്കുക, ഹിഫ്ദുൽ ഖുർആൻ കോളേജ് കെട്ടുക, അതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാ. ഈ ഒരു കാര്യമുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഇഷ്ടമുള്ളവർക്കല്ലാതെ ചെയ്യാൻ കഴിയില്ല. ലോകത്തൊരാളോടും വെറുപ്പില്ലാത്ത മനസ്സുണ്ടല്ലോ, ആരോടും മത്സരമില്ലാത്ത മനസ്സുണ്ടല്ലോ, അസൂയയില്ലാത്ത മനസ്സുണ്ടല്ലോ, വെറുപ്പില്ലാത്ത മനസ്സുണ്ടല്ലോ. ആ മനസ്സ് മരതകമാണ്, ആ മനസ്സ് മാണിക്യമാണ്, ആ മനസ്സ് മുത്താണ്, ആ മനസ്സ് പടച്ചതമ്പുരാന്റെ പൊരുത്തമുള്ളതാ. മദീനയുടെ രാജാവിന്റെ ചുണ്ടുകൾ ആ മനസ്സിന് 1000 ചുടുചുംബനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാ. അങ്ങനെ മനസ്സുള്ള എത്ര പേരാണ് ഈ സ്വർഗത്തിന്റെ പന്തലിന് ചാരയുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെ മനസ്സുള്ള എത്ര ആളുകളാണ് ഈ സ്വർഗത്തിന്റെ വേദിയിൽ വന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ നമസ്കാരങ്ങൾ വലിച്ചെറിയുന്നതിനാ മനസ്സിന്റെ ദുഷ്ടത്തരം ഒരു കാരണമാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മടങ്ങി വന്നോ, എന്റെ പ്രിയമുള്ളവരെ മടങ്ങി വന്നു. മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഹ്യാ ഉലൂമുദ്ദീനിൽ മനസ്സിന്റെ അവസ്ഥകൾ 7 തരത്തിലാ. മനസ്സിന്റെ അവസ്ഥകൾ 7 തരത്തിലാ. അമ്മാറ, ലവ്വാമ, മുൽഹിമ, മുത്മഇന്ന, റാളിയ, മർളിയ, കാമില എന്ന് തസവുഫിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്ന പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പോകുന്ന മഹത്തുക്കൾക്ക് ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ 7 രീതിയിലാണ്. അതിൽ ഒന്നിനെ മാത്രം നമ്മൾ വിശദീകരിച്ചാൽ മതി. നഫ്സ് അമ്മാറ, ദുഷ്ടത്തരങ്ങൾ മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ്. ചില ആളുകൾ അങ്ങനെയാണ്. എത്ര നമ്മുടെ മനസ്സിൽ പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ പഠിക്കുകയില്ല. 3 മക്കൾ ഈ അടുത്ത സമയത്തല്ലേ കാസർഗോഡ് ജില്ലയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. അള്ളാഹു ആ മക്കളുടെ മാതാപിതാക്കൾക്ക് സഹനശേഷിയും ക്ഷമയും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുബായിലെ ഔക്കാഫിന്റെ പ്രോഗ്രാമിന് ആ സ്ഥലത്തെത്തുമ്പോൾ ദുബായിയുടെ ഏറ്റവും വലിയ മൊബൈൽ കമ്പനി നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ മകൻ കാസർഗോഡ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നൊരു കത്തെഴുതി ആ പ്രസംഗ സ്റ്റേജിൽ തന്നു. അത്ഭുതം തോന്നിപ്പോയി. പരിശുദ്ധ റമദാനാണ്. പത്രങ്ങളിലൂടെ ഞാൻ കണ്ടു, മോർച്ചറിയുടെ മുറ്റത്ത് കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കണ്ണീര് തുളുമ്പിയിട്ട് ആ മയ്യത്തേറ്റുവാങ്ങാൻ കാത്തിരിക്കുന്ന രംഗം. ഇങ്ങനെ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ മരണപ്പെട്ടാലും, എന്തൊക്കെ പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചാലും വേദനിപ്പിച്ചാലും മനസ്സിന്റെ അംശം പോലും മാറ്റം വരാതെ കാടത്തം വരവിച്ചു പോലെ മനസ്സുമായി കിടന്നുകൂടുന്ന എത്രയോ ദുഷ്ടചിന്തയുടെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവര് ജനിച്ചപ്പോഴേ അങ്ങനെ ആയിരുന്നില്ല. അവരാരും ജനിച്ചപ്പോഴേ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളൊക്കെ പറയുമല്ലോ, കാസർഗോഡ് അവിടെ കൊലപാതകം നടന്നു, ഇവിടെ കൊലപാതകം നടന്നു, അവിടെ മാനഭംഗം നടന്നു, അവിടെ കഞ്ചാവ് കൃഷി നടന്നു, അവിടെ കള്ളക്കച്ചവടം നടന്നു. അതിലൊക്കെ മുസ്ലിം സമുദായത്തിന്റെ നാമധാരികളുടെ ഫോട്ടോ പത്രങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിപ്പോകാറുണ്ട്. പക്ഷേ അവര് ജനിച്ചപ്പോഴേ അങ്ങനെ ആയിരുന്നില്ല. ഉമ്മയുടെ ഉദരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോഴേ ആ പ്രിയപ്പെട്ട മക്കൾ ആ സ്വഭാവ രീതിയുടെ ഉടമസ്ഥരായിരുന്നില്ല. മറിച്ച് എപ്പോഴാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചു പോയത്? പിറന്നു വീണ ഉടൻ അവരുടെ മനസ്സിലേക്ക് അത് വെച്ചു കൊടുക്കാൻ വേണ്ടി ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹിലേക്ക് കടന്നു വരികയാണ്. പിറന്നു വീഴുമ്പോ എല്ലാവരും നല്ല പ്രകൃതത്തിലാണ്. എല്ലാ മക്കളും പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ്. അള്ളാന്റെ റസൂല് പറയുന്നു, മാമിൻ ബനി ആദമ മൗലൂദുൻ ഇല്ലാ യമുസ്സുഹു ശൈത്താനു ഹീന യൂലദു ഫയസ്തഹില്ലു സാരിഹൻ മിൻ മസ്സി ശൈത്താൻ. ലോകത്തൊരു കുഞ്ഞ് പിറന്നു വീണാൽ ആ കുഞ്ഞ് ആദ്യമായി പൊട്ടിക്കരയുന്നത് എന്തിനെന്നറിയോ? ആദ്യമായി പൊട്ടിക്കരയുന്നത് എന്തിനെന്നറിയോ? ഉമ്മയുടെ ഉദരത്തിനകത്തിരുന്ന് പുറത്തേക്ക് വന്ന ദുനിയാവിന്റെ വെളിച്ചം കണ്ട് ഭയന്നിട്ടല്ല. ഉമ്മയുടെ ഉദരത്തിനകത്തിരുന്ന് പുറത്തേക്ക് വന്ന് ഹോസ്പിറ്റലിന്റെ അകത്ത് അവസ്ഥ കണ്ടിട്ട് നിലവിളിച്ചിട്ട് ഭയപ്പെട്ടിട്ടല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ശൈത്താന്റെ സ്പർശനം കൊണ്ട് അത് ഭയന്നിട്ട് നിലവിളിക്കുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താന്റെ സ്പർശനം ഒരു കുഞ്ഞ് നിൽക്കുകയാണ്, പ്രസവി
പ്രസവിച്ച ഉടനെ കാസർഗോഡ് ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട ആയിഷമാര്, റംലമാര്, സഫിയമാര്, ഫാത്തിമമാര് പ്രസവിക്കുമ്പോ ആ പ്രിയപ്പെട്ട കുഞ്ഞ് പിറന്നു വീണ ഉടനെ പൊട്ടിക്കരയുന്നത് എന്തിനെന്നറിയോ? പിശാച് വന്ന കുഞ്ഞിനെ ഇങ്ങനെ തൊടുകയാ, പിശാച് വന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ അട്ടഹസിക്കുകയാ, കടന്നുവാടാ കടന്നുവാടാ, കള്ളുകുടിക്കാനും പെണ്ണ് പിടിക്കാനും ഹറാമിയത്തുകൾ ചെയ്യാനും എനിക്ക് കാസർഗോഡ് ഒരാൾ കൂടിയാകില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് അട്ടഹസിക്കുമ്പോഴാണ് ആ കുഞ്ഞ് കണ്ടു ഭയന്ന് നിലവിളിക്കുന്നതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറയുകയാ, ലോകത്ത് 2 മക്കളെ പിശാച് തൊട്ടിട്ടില്ല. ലോകത്ത് 2 മക്കൾ പ്രസവിച്ചു വീണപ്പോ പിശാച് അങ്ങനെ തൊട്ടിട്ടില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. 2 മക്കളെ പിശാച് അങ്ങനെ തൊട്ടിട്ടില്ല. എല്ലാ മക്കളെയും പിശാച് ഇങ്ങനെ സ്പർശിക്കുകയും അവരുടെ മുന്നിൽ അട്ടഹസിക്കുകയും ചെയ്യുമ്പോ ആ മക്കൾ ഇങ്ങനെ നിലവിളിക്കും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 2 പേരെ പിശാച് അങ്ങനെ തൊട്ടിട്ടില്ല. ആരാണ് ആ 2 പേരെന്നറിയോ? അറിയോ? മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഒന്ന്, മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്ന് സ്പർശിക്കാൻ സാധിച്ചില്ല. മറിയം ബീവിയുടെ മകനാരാ? റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി ജനിച്ചപ്പോഴും ഇബ്ലീസിൽ അങ്ങനെ തൊടാൻ സാധിച്ചില്ല. എന്തേ കാരണം? മറിയം ബീവിയുടെ ഉമ്മയാരാ? ഇന്ന് നമ്മുടെ ഉമ്മമാരെ തന്നെ അറിയണമെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കണം. ആ കാലോ മറിയം ബീവിയുടെ ഉമ്മയാരാ? ഉമ്മുഹാ ഹന്ന, ഹന്നത്തു ബീവി റളിയല്ലാഹു അൻഹയാണ് മറിയം ബീവിയുടെ ഉമ്മ. മറിയം ബീവി പ്രസവിക്കുന്ന സമയത്ത് ഹന്നത്തു ബീവി ഒരു ദുആ ചെയ്തിരുന്നു. ആ ദുആ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളുടെ ജനിച്ച ഉടനെ മക്കളുടെ വലത്തേ ചെവിയിൽ ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളുടെ മക്കളെയും ആ പിശാച് തൊടുകയില്ല. നിങ്ങളുടെ മക്കളെയും ആ പിശാച് തൊടുകയില്ല. പഠിച്ചോ, ഗർഭവതികളായ സഹോദരിമാരുണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഭാര്യമാര് ഗർഭവതികളാണെങ്കിൽ എന്റെ ചെറുപ്പക്കാര് പഠിച്ചു വെച്ചോ. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത ദുആ എന്തെന്നറിയുമോ? വലത്തേ ചെവിയിൽ ബാങ്ക് വിളിച്ചു വിടുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ ദുആ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ചെവിയിൽ ഇങ്ങനെ ഓതിക്കൊടുക്കണമെന്ന് പറയുകയാണ്. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. അല്ലാഹുവേ, പടച്ചവനെ, ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ സന്താന പാരമ്പര്യത്തെയും ശപിക്കപ്പെട്ട പിശാചിന്റെ കെണിവലയിൽ നിന്ന് നീ കാത്തുകൊള്ളണേ അല്ലാഹ്. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം എന്ന ദുആ കുഞ്ഞി പിറന്നാൽ വലത്തേ ചെവിയിൽ ബാങ്ക് വിളിച്ച ഉടൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളിക്കാൻ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ സാധാരണ ഭർത്താക്കന്മാർക്കാണ് അതിന് പെട്ടെന്ന് കഴിയുക. സ്ത്രീകൾ തന്നെ ചെയ്താലും മതിയെന്നാണ് പണ്ഡിതന്മാർ പറയാം. പ്രസവിച്ച സ്ത്രീക്ക് തന്നെ ചെയ്യാം. അശുദ്ധിയുടെ സമയമാണെങ്കിൽ പോലും ഈ ബാങ്ക് ആ കുഞ്ഞിന്റെ ചെവിയിൽ ഓതിക്കൊടുക്കാം. ഈ ആയത്ത് ദിക്റാണ് എന്ന ചിന്തയിൽ ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ ഓതിക്കൊടുക്കാം. ആണുങ്ങൾ ആരും സ്ഥലത്തുണ്ടാവില്ലല്ലോ ഭാര്യമാര് പ്രസവിക്കുമ്പോൾ. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ നേരെ ഖത്തർ, കുവൈറ്റ്, ഇറാഖ്, അള്ളാഹു ദുബായിൽ ചെന്നാലും ഒരു പ്രദേശം കാസർഗോഡ് ജില്ല തന്നെ. ഇവിടെ ഒരു വ്യക്തിയുടെ പേര് തന്നെ ഖത്തർ എന്നാണ്. അള്ളാഹു താല ദീർഘായുസ് കൊടുക്കട്ടെ. ഖത്തർ ഹാജി അന്തം വിട്ടിരിക്കുക. ഒരു വ്യക്തിയുടെ പേര് തന്നെ ഖത്തർ എന്നാ. അള്ളാഹു താല ദീർഘായുസ് കൊടുക്കട്ടെ. മുനവറലി തങ്ങൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത്, എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ പാണക്കാട് തങ്ങന്മാർ അങ്ങനെ ഈ ഡേറ്റിന് വേണ്ടി എന്നെ കബീർ ഉസ്താദിനെ നിർബന്ധിക്കലില്ല. കാരണം അവർ നിർബന്ധിച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മളെ അതൊരു വിഷമിപ്പിക്കലാണെന്ന് അവർക്കറിയാം. അതാണ് അവരുടെ മനസ്സ് മൃദുലമല്ലേ. പക്ഷെ ഈ ആദ്യമായിട്ട് പല ആവശ്യങ്ങളും വിളിച്ച് പ്രസംഗ ഡേറ്റിന് വേണ്ടി അങ്ങനെ അവരാരും നമ്മളങ്ങനെ വേദനിപ്പിക്കലില്ല. വിളിച്ചിട്ട് പറഞ്ഞു, കാസർഗോഡ് ജില്ലയുടെ ഒരാളെ പേര് ഞാൻ എൻ്റെ നെഞ്ചിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് തോന്നി, എന്നാ പിന്നെ ആ വ്യക്തി ആരെന്നൊന്നും അറിയണമല്ലോ. മുനവല്ലി തങ്ങൾ പറഞ്ഞു ഖത്തർ ഹാജി എന്ന് പറയും. ഞാൻ പറഞ്ഞ് അബൂബക്കർ ഹാജി, മുഹമ്മദ് ഹാജി, ഇസ്മായിൽ ഹാജി, മൂസ ഹാജി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു രാജ്യത്തെ ആദ്യമായിട്ടാണ് ഒരു ഹാജിയാർ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പാവപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയണം.
അള്ളാനെ സാക്ഷി നിർത്തി പറയണം, കൊടുക്കാൻ പറ്റുന്ന അവസാന 10 പകൽ സമയത്ത് നിങ്ങൾക്ക് പോയി മടങ്ങി വരാൻ പറ്റുന്നൊരു ദിവസമുണ്ടോ? ഞാൻ പറഞ്ഞു 23-ാം തീയതി ഉണ്ട്. 22-ാം തീയതി ഇന്നലെ പ്രോഗ്രാം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ അവസാനിപ്പിക്കുമ്പോൾ 2:30 മണി കഴിഞ്ഞു. ദുആ മജ്‌ലിസ് എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ 3 മണി കഴിഞ്ഞു. ആ മജ്‌ലിസിൽ നിന്നാണ് ഇവിടേക്ക് ഞാൻ വന്നത്. അപ്പോൾ അത് എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള, വീട്ടിൽ ഒരു ദിവസം നോമ്പ് തുറക്കാനുള്ള ഒരു ദിവസമാണ്. തങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ മാറ്റാം. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവരല്ലേ ഉള്ളൂ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരേ ഉള്ളൂ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അതുപോലെ വരച്ചു വെച്ചിരിക്കുകയാണ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു അവരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തരട്ടെ. നമുക്ക് അവരേ ഉള്ളൂ ചൂണ്ടിക്കാണിക്കാൻ. നമ്മുടെ നേതാവായി, നമ്മുടെ ആഗ്രഹമായി, നമ്മുടെ ആശയായി, നമ്മുടെ ആവേശമായി നമുക്ക് അവർ മാത്രമേ ഉള്ളൂ. അള്ളാഹു അവരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തരട്ടെ. രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം പാണക്കാട് കുടുംബത്തെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ അപകടം വരാനുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതിനുവേണ്ടി മാത്രം നിങ്ങൾ സ്നേഹിക്കരുത്. ലീഗുകാർക്ക് പാണക്കാട് കുടുംബത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹം അല്ലാഹു അധികരിപ്പിച്ചു തരട്ടെ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ആ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. അവര് അഹ്ലു ബൈത്തിന്റെ മാണിക്യമുത്തുകളാണ്. അവരെ ലോകത്തുള്ള സർവ്വ സുന്നത്ത് ജമാഅത്തുകാരും ഇഷ്ടപ്പെടണം. സംഘടന വ്യത്യസ്തമില്ലാതെ സ്നേഹിക്കണം. എങ്കിലേ അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം ഉണ്ടാവൂ. ഒരു പൊരുത്തക്കേട് അവരെ കുറിച്ച് പറഞ്ഞാൽ തകർന്നു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അടുത്തൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു മൊബൈൽ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ മനസ്സിൽ വല്ലാത്ത നീറ്റലുണ്ടാക്കിയ സംഭവമാണ്. പാണക്കാട് കുടുംബത്തിലെ 5 സയ്യിദന്മാരെ, അമീദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ 5 സയ്യിദന്മാരുടെ ഫോട്ടോ കൊടുത്തിട്ട് അതിന് താഴെ 5 പറയാൻ പാടില്ലാത്തതാണ്, പേടിയാണ്, എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു, 5 പന്നികളുടെ ഫോട്ടോ കൊടുത്തിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിരുന്ന ഡയലോഗ് എന്തെന്നറിയോ? കമന്റ് എഴുതാൻ ചെറുപ്പക്കാർക്ക് ഫേസ്ബുക്കിന്റെ ഒരു അംശം കിട്ടിയാൽ മതിയല്ലോ, ഒരു ഫോട്ടോ കിട്ടിയാൽ മതിയല്ലോ. ഇതാരുടേതാണ്, ഏത് ഷെയ്ഖിൻ്റെതാണ്, ഏത് പണ്ഡിതൻ്റെതാണ്, ഏത് സയ്യിദിൻ്റെതാണ് നോക്കാൻ നമുക്ക് നേരമില്ലല്ലോ. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. നമ്മളിങ്ങനെ കമന്റ് എഴുതി വിടുന്നു. ലോകം മുഴുവനും കോടിക്കണക്കിന് ജനങ്ങൾ തൽക്ഷണം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ താഴെ എഴുതി എന്തെന്നറിയോ? ഒരു കുരുത്തം കെട്ടവൻ. ഈ 2 പേർക്കും കേരളത്തിൽ ഒരേ ജോലിയാണത്രേ. അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അവൻ ആരുടെ അടുത്ത് പോയി പൊരുത്തം ചോദിക്കും? അവൻ ആരുടെ കാല് കഴുകി കുടിക്കും? അവൻ ആരുടെ പൊരുത്തത്തിന് വേണ്ടിയായി ഇബാദത്ത് ചെയ്യുന്നത്? അവനെന്തിനാണ് മുസ്ലിം എന്ന പേര്? അവനെന്തിനാണ് നിസ്കാരത്തഴമ്പ്? അവനെന്തിനാണ് റമദാൻ? അവനെന്തിനാണ് ലൈലത്തുൽ ഖദർ? അള്ളാഹു അങ്ങനെയുള്ള വിഭാഗത്ത് തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരിക്കലും വറ്റാത്ത കണ്ണീര് അവസാനം വറ്റുന്ന ഒരു ലോകമുണ്ട്. കണ്ണീര് വറ്റിയിട്ട് രക്തം വരുന്ന ഒരു ലോകമുണ്ട്, മറക്കരുത്. അള്ളാഹു അഹ്ലു ബൈത്തിനെ ആദരിക്കാൻ, അത് എവിടെയുള്ളവരാകട്ടെ, പാണക്കാട് കുടുംബമാകട്ടെ, കുമ്പോൾ തങ്ങന്മാരാകട്ടെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സയ്യിദന്മാരാകട്ടെ, ആരാണെങ്കിലും ഒരനാദരവ് നമ്മൾ കാണിക്കാൻ. അവരെന്തും ചെയ്യട്ടെ, അതാണ് അഹ്ലു ബൈത്ത്. അവരെന്തും ചെയ്യട്ടെ. ചില സയ്യിദന്മാര് സിഗരറ്റ് വലിക്കും, ചില സയ്യിദന്മാര് ദാടി വെക്കില്ല, ചിലര് തൊപ്പി വെക്കില്ല. അവരെന്തു ചെയ്യട്ടെ. അവരെ പഠിപ്പിക്കാനും അവരെ അളക്കാനും അവർക്ക് മീറ്റർ വെക്കാനും നമ്മൾ നിൽക്കരുത്. നമുക്ക് ഒന്നുമില്ല എടുത്തു കാണിക്കാൻ. നമ്മൾ ജാഹിലീങ്ങളാണ്, പടിജാഹിലീങ്ങളാണ്. അതുകൊണ്ട് അവരെന്തു ആവട്ടെ, നമ്മൾ അവരെ ബഹുമാനിക്കുക. തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞു വന്നാൽ പോലും കണ്ണിയത്ത് ഉസ്താദ് സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട 5 വയസ്സുള്ള ഒരു കുഞ്ഞ് സ്റ്റേജിലേക്ക് വന്നാൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പ്രായാധിക്യത്തിലും രോഗാധിക്യത്തിലും വേദനയും വിഷമവും മറന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ആ കുഞ്ഞിനെ ബഹുമാനിച്ചിരുന്നത് മുത്ത് റസൂലിനോടുള്ള സ്നേഹമാണ്. അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ, അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ, അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കുക. നമ്മുടെയൊക്കെ എത്രയോ ചെറുപ്പക്കാർ ഗൾഫ് രാജ്യങ്ങളിലാണ്. ഭാര്യ പ്രസവിക്കുമ്പോ ബാങ്ക് വിളിക്കാനും ആയത്തോതാനും ഒരു നാട്ടിലില്ല, അവര് നാട്ടിലില്ല. പക്ഷേ ഈ സഹോദരിമാർക്കാണെങ്കിൽ പലരും ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല, അവർക്കത് ചെയ്യാനുള്ള അവസരങ്ങളുമില്ല. ഹോസ്പിറ്റലുകളൊക്കെ അധികവും ക്രിസ്ത്യാനികളുടെ പേരിലാണ്, മുസ്ലിങ്ങളുടെ പേരിലുള്ള ഹോസ്പിറ്റലുകൾ നമ്മൾ തന്നെ പോകലില്ല. എന്തുകൊണ്ടാ? ഞാൻ പോയിട്ട് എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് അവനങ്ങനെ കാശുണ്ടാക്കണ്ട എന്ന് നമ്മൾ പറയും. അതാണ് നമ്മുടെ മനസ്സിന്റെ ദുഷ്ടത്തരമത. മുസ്ലിം സ്കൂളിൽ നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കൂല. പള്ളിയിൽ ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ മോളെ കല്യാണം നടത്തൂല. പള്ളിയിൽ സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിപ്പിക്കൂല. അങ്ങനെ അവിടുത്തെ സെക്രട്ടറി അങ്ങനെ അഹങ്കരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നാം നമ്മുടെ മക്കളെ കണ്ടവന്റെ അടുക്കള വരമ്പാൻ കൊണ്ടിട്ട് കൊടുക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് 3 മാസം, ഭാര്യയ്ക്ക് 1 മാസം ആകുമ്പോൾ നിങ്ങൾ ഗൾഫിൽ പോവും.
ഭാര്യ പ്രസവിച്ച് മക്കൾക്ക് 2 വയസ്സാകുമ്പോൾ നാട്ടിൽ വരും, 2 മാസം നിൽക്കും, ഭാര്യയ്ക്ക് 1 മാസം ആകുമ്പോൾ വീണ്ടും പോകും. ഇത് തന്നെ നിങ്ങളുടെ പരിപാടി, ഇവരെ ജോലി പ്രസവിക്കലും ബാങ്ക് വിളിക്കലും. അപ്പൊ വല്ലപ്പോഴും നാട്ടിൽ നിന്ന് ഒരു കുഞ്ഞിനെങ്കിലും ചെവിയിലൊന്ന് ബാങ്ക് വിളിച്ചു കൊടുക്കാനുള്ള ഒരു താല്പര്യം നിങ്ങൾ കാണിക്കണം, ചെയ്യണം. ഈ അടുത്ത സമയത്ത് പത്രത്തിലൂടെ വായിച്ചതാ, ഒരുപാട് കാത്തിരുന്നിട്ട് കിട്ടിയ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വലത്തേ ചെവിയിൽ ഉപ്പ ബാങ്ക് വിളിക്കുകയാ. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പത്രത്തിലൂടെ നിങ്ങൾ വായിച്ചതാ. ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്നപ്പോ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പത്രത്തിലൂടെ വായിച്ചതാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ പിശാചിന്റെ മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കഞ്ചാവ് കച്ചവടക്കാരാക്കല്ലേ അല്ലാ. ഞങ്ങൾ തൊപ്പിയും താടിയും വെച്ച് പള്ളിക്കകത്ത് പോയി നമസ്കരിക്കുമ്പോ ആ പള്ളിയുടെ മുമ്പിലൂടെ പോകുന്ന സുന്ദരിയാറ് പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ മനസ്സിന്റെ ഉടമയാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ മാറ്റല്ലേ ഉള്ളോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ മാറ്റല്ലേ ഉള്ളോ. ഗൗരവത്തോടെ ചിന്തിക്കുക. മഹാന്മാര് പറയുകയാണ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നിങ്ങളുടെ നല്ല മനസ്സിനെ ദുഷിപ്പിക്കാൻ, നിങ്ങളുടെ നല്ല മനസ്സിനെ ദുഷിപ്പിക്കാൻ നിങ്ങൾ അറിയാതെ കടന്നു വരുന്ന 4 മാർഗങ്ങളുണ്ട്. നിങ്ങൾ അറിയാതെ കടന്നു വരുന്ന 4 മാർഗങ്ങളുണ്ട്, പഠിച്ചു വെച്ചുകൊള്ളുക. നന്മയുറ്റ മനസ്സിലേക്ക് ഇബ്ലീസ് വിഷം കുത്തിവെക്കുന്ന 4 രീതിയിലാ. നന്മയുള്ള മനസ്സിലേക്ക് ഇബ്ലീസ് വിഷം കുത്തിവെക്കുന്നത് 4 രീതിയിലാ. ആ രീതി നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, ഓരോ മനുഷ്യന്റെയും മനുഷ്യ മക്കളുടെ ശരീരത്തിൽ രക്തമോടുന്നത് എവിടെയാണ്, അവിടെയൊക്കെ ഇബ്ലീസ് സഞ്ചരിക്കുമെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 4 രീതിയിലൂടെ മക്കളെ, യുവത്വമേ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിന്റെ നല്ല മനസ്സിനെ ഇബ്ലീസ് നശിപ്പിക്കുമെന്ന് മുത്ത് നബി പരിചയപ്പെടുത്തുകയാ. അതിലൊന്നാമത്തെ എന്തെന്നറിയോ, മനുഷ്യനറിയാതെ അല്ലാഹുവിന്റെ ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസ്. മനുഷ്യനറിയാതെ അല്ലാഹുവിന്റെ തൗഹീദിൽ നിന്നവനെ വലിച്ചുകൊണ്ട് പോവുകയാ, ഹിദായത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോവുകയാ. അവൻ കാഫിറായ വിവരം അവൻ പോലും അറിയുന്നില്ല. അവൻ കാഫിറായ വിവരം അവൻ പോലും അറിയുന്നില്ല. ഇബ്ലീസിന്റെ തന്ത്രമാണ്, ഇബ്ലീസിന്റെ തന്ത്രമാണ്. നിങ്ങൾ അവിടെ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ച് തിരക്കുകൾ മാറ്റിവെച്ചിട്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്നത് കാഫിറാകാനാണോ? പൊട്ടിക്കരന്നുകൊണ്ട് സ്വർഗത്തിന്റെ വേദിയിൽ ആവേശത്തോടെ അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ഞങ്ങൾ കാഫിറാകുന്നതിന് വേണ്ടിയാണോ ഈ ത്യാഗം ചെയ്യുന്നത്? കാഫിറാകുന്നതിന് വേണ്ടിയാണോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സുന്നത്ത് ജമാഅത്തിന്റെ ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ മുഹിബ്ബീങ്ങളായ പണ്ഡിതരെ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്ന ബിസിനസ്സുകാർ അത് ചെലവഴിക്കുന്നവരെന്തിനാ? കാഫിറായി ചത്തൊടുങ്ങാനാണോ? ഈ തലമറച്ചുകൊണ്ട് പർദ്ദയിട്ടുകൊണ്ട് റമളാനിന്റെ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വേദിയിൽ ആവേശത്തോടെ മഴ തേടുന്ന വീടാമ്പലിനെ പോലെ സ്വർഗത്തിന്റെ വേദിയിൽ പഠിച്ചുകൂടിയ ഇന്ന് പ്രിയപ്പെട്ട ഉമ്മ കാഫിറാകാൻ വേണ്ടിയിട്ടാണോ? കാഫിറാകാൻ വേണ്ടിയിട്ടാണ്? ഒരിക്കലുമല്ല. അല്ലാഹുവേ, ഞങ്ങളെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലോ, ഞങ്ങളെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലോ. പക്ഷേ ഇബ്ലീസ് കടന്നു വരും, നമ്മളറിയൂല. നമ്മളറിയാതെ നമ്മളെ കാഫിറാക്കിയിട്ട് അവൻ തിരിച്ചു പോകും. ആ വടി നിങ്ങൾ സൂക്ഷിക്കണേ, ആ വടി നിങ്ങൾ സൂക്ഷിക്കണേ. നമ്മളറിയാതെ ഇബ്ലീസ് നമ്മളെ കാഫിറാക്കുന്ന എളുപ്പമുള്ള 2 വഴി ഞാൻ പറഞ്ഞു തരാം. അപ്പോ നിസ്സാരമായ 2 ചിന്തകൾ ഉദാഹരണത്തിന് പറയാം. നമ്മളറിയാതെ നമ്മൾ കാഫിറായി പോകുന്ന 2 ചിന്ത ഞാൻ പറഞ്ഞു തരട്ടെ, ഞെട്ടിപ്പോകും നിങ്ങൾ. ഒരാൾ നിങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാം പള്ളിയിലേക്ക്. ആ സമയത്ത് നിങ്ങൾ പറയുന്നു, ഈ നിസ്കാരമൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നൊരാൾ പറഞ്ഞാൽ ആ സമയത്ത് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഈ നിസ്കാരമൊന്നും എന്നെ പോലുള്ളവർക്കും എനിക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നൊരാൾ പറഞ്ഞാൽ മതി, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. എന്തൊരു അപകടകരമായ ചിന്തയാണ്. വേറൊരാളോട് പറയുന്നു, നീ നമസ്കരിക്കാൻ വരുന്നില്ലേ പള്ളിയിൽ? റമളാനിൽ എല്ലാവരും വരുന്നുണ്ടല്ലോ. ആ സമയത്ത് അവൻ പറയുന്നു, ഞാനൊന്നും നമസ്കരിച്ചിട്ടൊരു കാര്യമില്ല, ഞാനൊന്നും നമസ്കരിച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ തൽക്ഷണം വിത്തിൻ സെക്കൻഡ് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇത് സാധാരണ ഏറ്റവും നിസ്സാരമായ 2 ചിന്ത ഞാൻ പറഞ്ഞതാ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഈ ബാങ്ക് കൊണ്ടൊരു ശല്യമായി എന്ന് പറഞ്ഞ് ജനാല ശക്തിയിൽ പിടിച്ചടയ്ക്കുന്ന പെണ്ണേ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നീയും പുറത്താണ്. ഇത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്ത്രപരമായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചില ചിന്തകളാ. നമ്മളറിയാതെ
നമ്മളെ കാഫിറാക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത് നന്മയുണ്ടെങ്കിലും അള്ളാഹു സ്വീകരിക്കൂല. അവിടെ ഇബ്ലീസ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ ഇബ്ലീസ് പിടിക്കും, നമ്മൾ തകർന്നു പോകും. 2, ശപിക്കപ്പെട്ട ഇബ്ലീസ് രണ്ടാമത് ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യം നമസ്കാരങ്ങളെ കുറിച്ചുള്ള തമാശകൾ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോ ഈ റമളാനൊക്കെ വരുമ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എഴുതിയിടുന്ന കുറെ നമസ്കാരത്തെ കുറിച്ചുള്ള ഡയലോഗുകളുണ്ട്. അപ്പൊ ഈ വർഷത്തെ റമളാൻ മാസം തുടങ്ങിയപ്പോൾ ഒരു മുക്രി പള്ളിയുടെ ചുവരിൽ എഴുതി വെച്ചിരുന്നതായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ടു. ഇന്ന് വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ഭയങ്കര ഉപ്പായക്കാരും ഉമ്മായക്കാരും ഒക്കെ സ്നേഹമാണ്. വാപ്പ മരിച്ചത് പോലും അവരെ വാട്സപ്പിലൂടെ ഉമ്മ എഴുതി അറിയിച്ചെങ്കിലേ അറിയുള്ളൂ. കാരണം എപ്പോഴും അതിലേക്ക് നോക്കിയിരിക്കുക, ലോകവുമായി ഒരു ബന്ധമില്ല. അപ്പൊ ഒരു മുക്രി ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, റമളാൻ മാസം സ്പെഷ്യലായി പള്ളിയിലേക്ക് വരുന്നവരെ, പണ്ട് വന്നുകൊണ്ടിരിക്കുന്നവർ റാഗിങ് ചെയ്യാൻ പാടില്ല. അതിങ്ങനെ വ്യാപകമായി പ്രചരിച്ചു. കഴിഞ്ഞ വർഷം ഇതുപോലെ പള്ളിയുടെ ഒരു ചുവരിൽ എഴുതി വെച്ചതായി മൊബൈലിൽ ഫോട്ടോ വന്നു. റമളാൻ കഴിഞ്ഞാലും ഒരു അറിയിപ്പ്, റമളാൻ കഴിഞ്ഞാലും പള്ളിയിൽ സുബഹി നമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നിസാരമായ ചർച്ചകൾ വരുമ്പോ ഈ ചർച്ചയിൽ ഈമാൻ നഷ്ടപ്പെടുന്ന ചർച്ച കടന്നു വരാൻ പാടില്ല. ഇബ്ലീസ് ഒന്നാമത് ശ്രമിക്കുന്നത് അതിനാണ്. രണ്ടാമത് നമ്മുടെ മനസ്സിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യനെ പുത്തൻവാദിയാക്കി മാറ്റുകയാണ്. ഒരു മനുഷ്യനെ ഔലിയാക്കളെ, ആരിഫീങ്ങളെ, അമ്പിയാക്കളെ തെറിവിളിക്കുന്നവനാക്കി മാറ്റുകയാണ്. തറാവീഹില്ലാത്തവനാക്കി മാറ്റുകയാണ്. പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട സക്കാത്ത് പോലും അർഹതപ്പെട്ട രീതിയിൽ കൊടുക്കാറ്, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് പണപ്പിരിവ് നടത്തിയിട്ട് അർഹതപ്പെട്ടവരുടെ സക്കാത്ത് കൊണ്ടുപോയി സംഘടന വളർത്തുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാക്കിയിട്ട് ഇബ്ലീസ് അവരെ മാറ്റിക്കൊണ്ടുവരികയാ. സൂക്ഷിക്കണേ. അത് ഇബ്ലീസ് കടന്നു വരുന്ന രണ്ടാമത്തെ വഴിയാ. എത്രയോ വിദ്യാഭ്യാസമുള്ളവർ, പണമുള്ളവർ, ഗൾഫുകാർ, കഷ്ടപ്പെടുന്നവർ, ഒരുപാട് പണം ചെലവഴിക്കുന്നവർ, പക്ഷേ അവർക്ക് ഇബ്ലീസാണ് മനസ്സിൽ നേതൃത്വം കൊടുക്കുന്നത്. കാരണമെന്തേ? അവരാരും മുത്തറസൂൽ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ ഒരു സങ്കടമുണ്ടോ? സ്റ്റേജ് കെട്ടിയിട്ട് കയറിയെന്നവൻ പറയുന്നു ഒരു സങ്കടം അവന്റെ മനസ്സിലുണ്ടോ? മക്കത്ത് ഈ വെച്ച മൈമാക്ക എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു നേരിയ സങ്കടമുണ്ടോ? പറഞ്ഞവരൊക്കെ തമ്മിലടിച്ച് ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ അള്ള കൊടുക്കുക. ചിലരൊക്കെ കട്ടിലിന്റെ അടിയിൽ നിന്ന് പിടിച്ചിറക്കുക രാത്രി സമയത്ത് ലൈറ്റ് അടിച്ച്. ചിലരൊക്കെ എന്തുകൊണ്ടാ ഇമാമിങ്ങളെ, ഔലിയാക്കളെ, ആരിഫീങ്ങളെ ഇങ്ങനെ തെറി വിളിച്ചാൽ അള്ളാഹു വെറുതെ കൊടുക്കുകയില്ല. അവരെ വെറുതെ വിടുകയില്ല. അത് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ പുത്തൻ വാദത്തിന്റെ ആശയ ആദർശങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നതാരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. നിന്റെ മനസ്സിലൊരു ബോധമുണ്ടാക്കി കൊടുക്കും. എന്താ? നിന്റെ മനസ്സിലൊരു ബോധമുണ്ടാക്കി കൊടുക്കും, നീ ചെയ്യുന്നതാണ് ശരി, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാണ്. നിന്റെ വാപ്പ നരകത്തിൽ, വാപ്പാടെ വാപ്പ നരകത്തിൽ, അവനും അവന്റെ വെമ്പർനോത്തി 3 മക്കളും, ക്ലാസ്സിന് പോകുന്ന 3 മക്കളും മാത്രം സ്വർഗത്തിൽ. ബാക്കിയുള്ള സ്ഥലത്ത് അള്ളാഹു എന്ത് റബ്ബർ വയ്ക്കാൻ പോവാ? ബാക്കിയുള്ള സ്ഥലത്ത് അള്ളാഹു ഇതുപോലെ സമ്മേളനം നടത്താൻ പോവാ? ബാക്കിയുള്ള സ്ഥലം അള്ളാഹു എന്ത് പരിശുദ്ധ സ്വർഗത്തിൽ അല്ല എന്ത് ചെയ്യാൻ പോവാ? മടയാ ഇബ്ലീസിന്റെ തലച്ചോറിലേക്ക് കുത്തിവെച്ചതെന്ന മാരക വിഷം കൊണ്ട് മോനെ അള്ളാഹുവിന്റെ ദീൻ നിന്ന് തെറ്റിപ്പോകേണ്ട പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത് ഇബ്ലീസ് കടന്നു വരുന്ന മാർഗം മർഹലത്തുൽ മആസിൽ കബീറ, വൻപാപങ്ങൾ ചെയ്യിപ്പിക്കുക. ഉസ്താദുമാരെ കൊണ്ട്, പ്രവാചകന്മാരെ കൊണ്ട്, തലയിൽ കെട്ടുകാരെ കൊണ്ട്, ഹാജിയാക്കന്മാരെ കൊണ്ട്, പള്ളി കമ്മിറ്റിക്കാരെ കൊണ്ട്, ദീനീ പ്രവർത്തകരെ കൊണ്ട്, നിസ്കാരമുള്ളവരെ കൊണ്ട്, നോമ്പ് പിടിക്കുന്നവരെ കൊണ്ട്, അവരെ കൊണ്ടെല്ലാം വൻ പാപങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കും. അവരറിയൂല, പുറത്തറിയൂല. അവര് മനസ്സുകൊണ്ട് വിചാരിക്കും ഞാൻ ഇതല്ലേ ചെയ്യുന്നുള്ളൂ, അള്ളാഹു പുറത്തു തരും. ഞാനിതല്ലേ ചെയ്യുന്നുള്ളൂ, അള്ളാഹു പുറത്തു തരും. പെരുന്നാൾ കഴിഞ്ഞിട്ട് ടൂറിന് പോകാൻ തീരുമാനിക്കുന്ന ചെറുപ്പക്കാരൻ, അവന് ഒരു തെറ്റുമില്ല, കള്ളുകുടിയില്ല, പലിശ വാങ്ങലില്ല, കൃത്യമായി നമസ്കരിക്കുന്നവനാണ്. കൂട്ടുകാര് കള്ളുകുപ്പി എടുത്തു കൊടുത്തിട്ട് അവൻ പറഞ്ഞു ഞാൻ കുടിക്കൂല. പക്ഷേ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോ അവന്റെ മനസ്സിന്റെ അകത്ത് വിചാരങ്ങൾ കടന്നു വരികയാ. ആ സമയത്ത് ഇബ്ലീസ് അവനോട് പറയുന്നതെന്താ? നീ ഇത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അല്ലാഹു നിനക്ക് പുറത്തു തരുമടാ.
എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് വ്യഭിചരിപ്പിക്കുകയാണ്. മൈസൂരിലേക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ടൂറിന് പോകുന്നവരെന്തിനാ? മൈസൂരിലേക്ക് കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാർ ടൂറിന് പോകുന്നവരെന്തിനാ? മൈസൂരിലേക്ക് ടൂറിന് പോകുന്ന വഴിയിൽ കുറെ ലോഡ്ജുകളുണ്ട്. 1000 രൂപ കൊടുക്കുമ്പോ സുന്ദരികളായ 18 വയസ്സുള്ള പെൺകുട്ടികളെ സ്വന്തം വികാര പൂർത്തീകരണത്തിന് പോലീസ് അറിയാതെ സമ്മാനിക്കുന്ന 100 കണക്കിന് ലോഡ്ജുകളുണ്ട്. ആ ലോഡ്ജിന്റെ കപ്പടങ്ങളിൽ വികാര പൂർത്തീകരണത്തിന് വേണ്ടി പിശാചിലോടത്ത് നൃത്തം ചെയ്യോ ആഗ്രഹിക്കുന്ന കാടുത്തമ്മർ വിച്ചുപോര മനസ്സിന്റെ ഉടമകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ നിനക്ക് നഷ്ടമാണടാ, നഷ്ടമാണ്. മആസിൽ മർഹലത്തിൽ കബീറ, വൻപാപങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക, വൻപാപങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക, വൻപാപങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് ഇബ്ലീസിന്റെ ഒരു തന്ത്രമാണ്. ഇവിടെ വന്നിരിക്കുന്ന എത്രയോ ആളുകളുടെ പണ്ടവും സ്വർണവും ഒക്കെ സൊസൈറ്റിയിൽ, ബാങ്കിൽ, മുത്തൂറ്റിൽ പണയം വെച്ചിരിക്കുകയല്ലേ. കാസർഗോഡ് ജില്ലയിൽ ഒരു പള്ളി മുതൽ അടുത്ത ഒരു ജംഗ്ഷൻ വരെ എണ്ണിയാൽ 10 പള്ളി ഉണ്ടാകും. ആ ഓരോ പള്ളികൾക്കിടയിലും 4ഉം 5ഉം ഗോൾഡ് ലോൺ ബാങ്കിന്റെ പണമിടപാടിന്റെ ഓരോ ഓഫീസുകൾ ഉണ്ടാകും. എന്തുകൊണ്ടാ? സഹോദരിമാർക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ ഒരു റിങ് അടിച്ചു കൊടുക്കുക, കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടിൽ കിട്ടും, അല്പം കൂടി പറ്റുന്നിടത്തോളം മാത്രം, അല്ലാതെ വേണ്ട, പറ്റുന്നിടത്തോളം മാത്രം. കാരണം പുറത്ത് നിൽക്കുന്നവർ നനഞ്ഞിട്ടും നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ്. അപ്പോൾ അവർക്കൊന്ന് കടന്നിരിക്കാൻ പറ്റുമെങ്കിൽ അവരത്രയും ത്യാഗം ചെയ്യുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കണം, നമ്മുടെ സഹോദരങ്ങൾ. നടുവിലെ വഴി നിങ്ങൾ മുറിച്ച് കളയരുത്, അതും ആവശ്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് അതില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കൂല. എന്തായാലും ഇവിടെ വേറൊന്നും നടക്കൂല. ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ ചെറിയൊരു ആശ്വാസം. ദയവ് ചെയ്ത് അത് നിങ്ങൾ മൂടിക്കളയരുത്. അല്ല, അത് വേണമല്ലോ, എല്ലാറ്റിനും ഒരു വഴി ആവശ്യമാണ്. അപ്പോൾ പുറകിൽ, സദസ്സിന് പുറകിൽ നിൽക്കുന്നവർ നനയുന്നവരുണ്ട്, അവർ നനഞ്ഞിട്ടും നിന്ന് കേൾക്കാൻ. റമളാനാണ്, ഇനിയുള്ള 3-4 ദിവസം വളരെ വേണ്ടപ്പെട്ട ദിവസം. അള്ളാഹു പൂർണ്ണമായും അമലുകൾ കൊണ്ട് അതിനെ അലങ്കരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് അവർക്കെന്തെങ്കിലും ഈ നനഞ്ഞിട്ട് അസുഖങ്ങളൊക്കെ വന്നാൽ അവരുടെ അമലുകൾ മുടങ്ങും. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടി, അവർ വൈകിയത് കൊണ്ട് അവർക്ക് സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അവർ അൽഹംദുലില്ലാഹ് ഇതിൻ്റെ അകത്തേക്ക് കടന്നിരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി ഇവിടെ ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഇവിടുത്തെ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു വിശാലത ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് ആ കെട്ടിടത്തിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ചെയ്യുന്ന ത്യാഗം റമളാനിലെ ഏറ്റവും വലിയ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നനഞ്ഞുകൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടും കാലുവേദനിച്ചിട്ടും പരിശുദ്ധ റമളാനെ തറാവീഹ് നിന്ന് തളർന്നുപോയ നിങ്ങൾ തളരാതെ ആവേശത്തോടുകൂടി നിൽക്കുന്നത്, ഇന്ന് ഇതിൻ്റെ സമാപനം ഒരു വിലപ്പെട്ട ദുആ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അൽഹംദുലില്ലാഹ് ഒരു ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ദുആ ചെയ്യുന്നുണ്ട്. ആ ദിക്ർ ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹിസ്സലാം ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തലയിൽ നിന്ന് ഹജ്ജ് കർമ്മം കഴിഞ്ഞിട്ട് മുടി വെട്ടി കൊടുക്കുമത്രേ. എന്തൊരു കൗതുകമാണ് അതൊക്കെ ഈ വിഷയത്തിൽ വരുന്നതാണ്. സമയം പോലെ പറയാം, വിഷയം പ്രവിശാലമാണ്. നിങ്ങൾ എത്രത്തോളം ഇരിക്കോ, എനിക്ക് എത്രത്തോളം അല്ല പറയാൻ ആരോഗ്യം തരും, അത്രത്തോളം പോവാം. അള്ളാഹു ജീവിപ്പിച്ച് തരട്ടെ. അപ്പൊ ഖിദർ നബി അലൈഹിസ്സലാം ഇല്യാസ് നബിയുടെ രണ്ടുപേരും ഹജ്ജിന് വരും അത്ര എല്ലാ വർഷവും, ജീവിച്ചിരിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഖിദർ നബി പറയുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ദിക്ർ ഇന്ന് പഠിപ്പിച്ച ആ ദിക്ർ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ആയത്ത് ഒരു ദിവസം 111 പ്രാവശ്യം ക്യാൻസർ വരരുത് അല്ലാ എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഓതാനും പഠിച്ചിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിൽ നിന്ന് പിരിയും. അല്ലാഹു റമളാനിൽ പഠിക്കുന്ന ആ ദിക്റും ആയത്തും ഒക്കെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നിസ്കാരമുള്ളവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, വർഷത്തിൽ 2-3 പ്രാവശ്യം ഉംറയ്ക്ക് പോകുന്നവരാണ്. പക്ഷേ ഭാര്യയുടെ താലിമാലയും സ്വർണ്ണാഭരണങ്ങളും മുഴുവനും സൊസൈറ്റിയിൽ പണയത്തിലിരിക്കുകയാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. വെള്ളം കുടിക്കാതെ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടാൽ പോലും ഒരു റിങ് പണയത്തിൽ കൊണ്ടുപോയി വെക്കാൻ പാടില്ല, അത് ഹറാമാണ്. അപ്പോൾ ചെയ്തവരുണ്ടെങ്കിൽ ഈ റമളാൻ മാസത്തിൽ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇതിനെ മടക്കിയെടുത്ത് ഇനി റൂഹ് പിരിഞ്ഞാലും ചെയ്യൂല, അല്ലാ കടം ചോദിക്കുക, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അപ്പൊ വൻപാപങ്ങളെ ചെയ്യിപ്പിക്കുക. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തന്നെ ഹറാമായി അന്യ സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നതും വ്യഭിചാരമാണ്.